നമസ്കാരം. പ്രധാന വാർത്തകൾ. മണക്കാട് തൂക്കുപാലം തുരുമ്പെടുത്ത അപകടാവസ്ഥയിൽ നാളിതുവരെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. നിയമമന്ത്രി ഭൂമാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിൽ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് ഉഴവൂർ വിജയൻ. ബീവറേജസ് കോർപ്പറേഷൻ നൽകിയ ബിയറിൽ പായലും പ്രാണികളും ഉത്തരവാദിത്തമില്ലെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. മടക്കാട് മടക്കത്താനം തൂക്കുപാലം അപകടാവസ്ഥയിൽ. തുരുമ്പെടുത്ത പാലത്തിന്റെ മിക്ക ഭാഗങ്ങളും ദ്രവിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ പ്ലാറ്റ്ഫോം കേഡറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നട്ട് ബോൾട്ടുകൾ തുരുമ്പെടുത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട്. കൈവരികൾ പലതും ഒടിഞ്ഞ് വേർപെട്ടിരിക്കുകയാണ്. പാലം സ്ഥാപിച്ച് കൊല്ലങ്ങളായെങ്കിലും നാളിതുവരെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. പെയിന്റിംഗും ഒരു പ്രാവശ്യം പോലും നടന്നിട്ടില്ല. മണക്കാടും മടക്കത്താനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ നിരവധി പേർ യാത്ര ചെയ്യുന്നുണ്ട്. പലപ്പോഴായിട്ട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ആരും ഈ പാലത്തിന്റെ കാര്യത്തിൽ ഒന്നും ഗവനിക്കുന്നില്ല. അതുകൊണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഈ ആയിരക്കണക്കിന് പേര് ഈ പാലത്തെക്കൂടെ സഞ്ചരിക്കുന്നതാണ്. കൈവരികളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴാതായിരിക്കുകയാണ് ഈ പാലം. നെറ്റും ബോൾട്ടെല്ലാം ഇളകിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ വന്ന് ഈ പാലത്തിന്റെ ശോചനാവസ്ഥ കണ്ട് മനസ്സിലാക്കി ഇതിന്റെ കേടുപാടുകൾ തീർത്താണെന്ന് അപേക്ഷിക്കുന്നു. സ്കൂൾ കുട്ടികളൊക്കെ വളരെ അപകടകരമായ രീതിയിലാണ് ഇതിന്റെ കൈവരികളും എല്ലാം ഉള്ളത്. ഇത് പല പ്രാവശ്യം ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ്. ഇതിനൊരു റിപ്പയറിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഇത് എത്രയും പെട്ടെന്ന് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിയമമന്ത്രി ഭൂമാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിൽ നിയമവകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. കയ്യേറ്റങ്ങളെല്ലാം കുടിയേറ്റമാക്കി കാണുകയാണ് കേരള കോൺഗ്രസിന്റെ പണി. കയ്യേറ്റ പ്രശ്നം വന്നപ്പോൾ PC ജോർജും PJ ജോസഫും ഒന്നായതായും ഉഴവൂർ വിജയൻ പറഞ്ഞു. ആ മനോഹരമായ വനം കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. അപ്പോൾ ആ വനം മരവും മുറിച്ച് തുണ്ടുതുണ്ടാക്കി ഇല്ലായ്മ ചെയ്യാൻ ഒരുപറ്റം ആളുകൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശ്രമിക്കുന്നവരോടുള്ള നമ്മുടെ എന്തോ ഒരു വികാരം തന്നെ നമുക്ക് ആ കാര്യത്തിലുണ്ടാകും. എന്നിട്ട് അതിന് സംരക്ഷണം നൽകാൻ കുറെ ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ചീഫ് വിപ്പ് PC ജോർജാണ് കയ്യേറ്റക്കാരുടെ ഇപ്പൊ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നേതാവ്. ഇനി അദ്ദേഹം ഇന്ത്യൻ പൗരൻ എന്നുള്ളതിന്റെ ഇന്ത്യയിലെ തന്നെ കയ്യേറ്റത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തു പറഞ്ഞാലും അവരുടനെ കയ്യേറുന്നവർക്ക് അനുകൂലമാണ്. അവർ കയ്യേറ്റത്തിന്റെ കായ്ക്ക് ഒരു കുരിപ്പ് നൽകി കുടിയേറ്റമാക്കി അങ്ങ് മാറ്റി. അന്നേ ദിവസം ആര് എന്ന് പറഞ്ഞാലും കേരള കോൺഗ്രസ് ഓഫീസിന്റെ അപേക്ഷ കൊടുത്താൽ മതി. കുടിയേറ്റമാക്കി ഉടനെ സർട്ടിഫിക്കറ്റ് നൽകണം. അവരന്നേരം കൊടുക്കുക. അത് എത്ര ഏക്കർ. ബീവറേജസ് കോർപ്പറേഷന്റെ നൽകിയ ബിയറിൽ നിറയെ പായലും പ്രാണികളും. ബീവറേജസ് കോർപ്പറേഷന്റെ കരിമണ്ണൂർ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ ബിയറാണ് മാലിന്യങ്ങൾ നിറഞ്ഞതായി കാണുന്നത്. കിങ്ഫിഷർ കമ്പനിയുടെ 3 കുപ്പി ബിയർ വാങ്ങിയതിൽ ഒരെണ്ണം പരിശോധിച്ചപ്പോഴാണ് പായലും പ്രാണിയും ശ്രദ്ധയിൽപ്പെട്ടത്. അധികൃതരോട് പരാതി പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നായിരുന്നു മറുപടി. കരിമണ്ണൂർ ബീവറേജിൽ നിന്ന് മേടിച്ച 3 ബിയറാണെന്ന്. അതിന്റെ അകത്ത് 2 പേര് കുടിച്ചു ഞങ്ങള്. ഒരെണ്ണത്തിന്റെ അകത്ത് മുഴുവൻ പാറ്റയാണോ പ്രാണിയാണോ എന്താണെന്നറിയില്ല. കരടുകൾ മൊത്തം കിടക്കുന്നു. അവിടെ കൊണ്ട് പരാതി പറഞ്ഞപ്പോൾ അവർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് അവർ പറയുകയും ഞങ്ങളെ സാധനമായിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. രാത്രിയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്.
നാട് വിനായക ചതുർത്ഥി ആഘോഷിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക്. തൊടുപുഴ നഗരത്തിൽ അനധികൃത വാഹന പാർക്കിംഗ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ഫുട്പാത്തിൽ ഇറക്കി വെച്ചുള്ള കച്ചവടങ്ങൾ അംഗീകരിക്കില്ലെന്നും പോലീസ് പറഞ്ഞു. തൊടുപുഴ നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ 25-ന് രാവിലെ 11 മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേരും. ഒളമറ്റം അയ്യച്ചാടി കോളേജ് NSS യൂണിറ്റിന്റെ ഏകദിന ക്യാമ്പ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ നടന്നു. ക്യാമ്പ് വാർഡ് കൌൺസിലർ നജീഷ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് PK സുഷമ, PRO MS അനു S കടയത്ത്, ഹെഡ് നഴ്സ് അനീസ് മാത്യു, പ്രോഗ്രാം ഓഫീസർ ജീസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഹോസ്പിറ്റലിന്റെ ശുചീകരണ പ്രവർത്തനം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. വീടിനോട് ചേർന്നുള്ള ഫാം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് 77കാരി തുടങ്ങിയ സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തി. കുമാരമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഏഴലൂർ സ്വദേശിനി അന്നക്കുട്ടിയാണ് സമരം ആരംഭിച്ചത്. എന്നാൽ പഞ്ചായത്ത് ഫാം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയ വിവരം അറിഞ്ഞതോടെ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയായിരുന്നു. ഞാൻ കുമാരമംഗലം പഞ്ചായത്തിന്റെ 4ാം വാർഡിലാണ് താമസിക്കുന്നത്. ശാസ്താംകവല എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് പുറകുവശത്ത് വീടിനോട് ചേർന്ന് കൊണ്ടുവന്ന് കന്നാലി, ആട്, കോഴി, താറാവ്, പട്ടി ഇതെല്ലാം കൂടെ ഫാം നടത്തുന്ന വേസ്റ്റ് മുഴുവൻ എൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് മൊത്തം സംഭരിച്ചിരിക്കുന്നത്. അതിൻ്റെ നാറ്റവും മണവും ഈച്ചയും കൊതുകും സഹിക്കാൻ പറ്റുകയില്ല. 1 മാസം മുഴുവൻ ഞാൻ ഡെങ്കിപ്പനി വന്നു കിടന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഞാൻ പരാതി കൊടുത്തതാണ്. ഇന്ന് വരെ തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓർഡറും പ്രകാരം ഇവിടുത്തെ കമ്മിറ്റിക്കാരത് പാസ്സാക്കി സ്റ്റോപ്പോ കൊടുത്തിട്ട് ഇന്നേ വരെ അതിനൊരു നടപടി ഉണ്ടാക്കിയില്ല. അതിന്റെ പേരിലാണ് ഞാൻ ഈ സത്യാഗ്രഹം ഇരിക്കുന്നത്. ഫാം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട ഈ മാസം 9-ന് തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം പറഞ്ഞു. 15 ദിവസത്തെ കാലാവധിയാണ് നൽകിയിട്ടുള്ളത്. അവർ പശുഫാം, കോഴി, പട്ടി, ആട് എന്നിവ വളർത്തുന്നതായിട്ടാണ് പരാതി. ഇവരുടെ ജീവിതത്തിന് അത് സ്വൈര്യമുണ്ടാക്കുന്നില്ല എന്ന് തന്നെയല്ല, അവർക്ക് പല അസുഖങ്ങളും വരുന്നു. ഈച്ച ശല്യം, കൊതുക് ശല്യം, അങ്ങനെ പലതും പറഞ്ഞാണ് ഇവിടെ പരാതി തന്നിരുന്നത് ആദ്യം. അത് ഇവിടുന്ന് ഹെൽത്തിലേക്ക് കൊടുക്കുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ പോയി നോക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ
പൊക്കി ചാണകം മൂത്രവും ഒലിച്ചു പോയി വളരെ മലിനമായിട്ടാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് അവിടെ പൊക്കി ഒരു ഭിത്തി കെട്ടാൻ പറഞ്ഞ് അവർക്ക് കത്ത് കൊടുത്തിരുന്നു. ആ കത്ത് കൊടുത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പൊക്കിയൊരു ഭിത്തി കെട്ടി. വീണ്ടും അന്നക്കുട്ടി ചേച്ചി ഒരു പരാതി തന്നപ്പം വീണ്ടും ഇവിടുന്ന് സെക്രട്ടറി പോയി നോക്കിയിരുന്നു. സെക്രട്ടറി പോയപ്പോൾ സെക്രട്ടറി ചെന്നപ്പോൾ അവിടെ 1 or 2 പശുക്കളെയാണ് കണ്ടുള്ളൂ. ബാക്കി പശുക്കളെ ഒന്നും കണ്ടിരുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിലാണ് അന്ന് കണ്ട് പോന്നത്. അതിനുശേഷം വീണ്ടും ഈ പ്രശ്നത്തെ പറ്റി വീണ്ടും പഞ്ചായത്തിൽ പരാതി തരുമോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കമ്മിറ്റിയിൽ പരാതി വച്ച് ആ കമ്മിറ്റിയിൽ ഒരു സബ് കമ്മിറ്റി എടുത്ത് 3 മെമ്പർമാരും ചെയർപേഴ്സൺമാരും വാർഡ് മെമ്പറും കൂടി പോയി നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫാം അല്ലെങ്കിൽ കോഴി പട്ടി പൂച്ച ഇത് എല്ലാം ഇവരുടെ വീടിന്റെ അപ്പുറവശത്തെ സ്ഥലമുള്ളതിനാൽ അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് പഞ്ചായത്തിൽ നിന്നും 9/8/2012 ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ പോലെ ഒരു കത്ത് ഇവിടുന്ന് ആനന്ദവല്ലിക്ക് കൊടുത്തിട്ടുണ്ട്. അത് 15 ദിവസത്തിനകം ആ സ്ഥാപനം അത് അവിടുന്ന് പൊളിച്ചു മാറ്റണം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് 12 ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി ഇനി 3 ദിവസവും കൂടെ ഉണ്ട്. എന്നിട്ടും പൊളിച്ചു മാറ്റിയില്ല എങ്കിൽ അതിന്റെ മേൽ നടപടികൾ പഞ്ചായത്തിൽ നിന്ന്. പുറപ്പുഴ പഞ്ചായത്തിൽ അനുവദിച്ചിരിക്കുന്ന KSEB സെക്ഷൻ ഓഫീസ് വഴിത്തലയിൽ സ്ഥാപിക്കണമെന്ന പൌരസമിതി ചെയർമാൻ തോമസ് കുരുവിള നന്ദലത്ത്. ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഓഫീസ് ഇവിടെ സ്ഥാപിച്ചിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എല്ലാ മറ്റ് മണക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾക്കാണെങ്കിലും പാലക്കുഴ പഞ്ചായത്തിൽ നിന്ന് വരുന്നവർക്കായാലും കുഴിഞ്ഞി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വരുന്നവർക്കായാലും പുറപ്പുഴ ഭാഗത്ത് യാത്രാക്ലേശം കൂടുതലായിട്ടുള്ളതിനാൽ വഴിത്തലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് സൗകര്യം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പം നിലവിൽ ഞങ്ങൾക്ക് നേരത്തെ മന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ഉറപ്പൊക്കെ കിട്ടിയിരുന്നു, വഴിത്തലയിൽ ആരംഭിക്കാമെന്ന് ഒരു ഉറപ്പൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന ഒരു ഭാഗം പുറപ്പുഴയിലാണെങ്കിൽ ഓഫീസ് സൗകര്യം ലഭ്യമാണ് എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇപ്പൊ വഴിത്തലയായാലും ഓഫീസ് സൗകര്യം കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. സർക്കാർ ഓഫീസ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ ധാരാളം വഴിത്തല ടൗണുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എല്ലാ സൗകര്യ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അസോസിയേഷൻ CITU ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 23 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നു. ഔഷധ കുത്തക കമ്പനികളുടെ അഴിമതി അവസാനിപ്പിക്കുവാൻ നിയമമുണ്ടാക്കുക, ഔഷധവില നിയന്ത്രിക്കുവാൻ നിയമം കൊണ്ടുവരിക, മരുന്നുകളുടെ എക്സൈസ് തീരുവ ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധ റാലിയും ബോധവൽക്കരണ ക്യാമ്പയിനും ഉണ്ടാവും. ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സുമാരും പണിമുടക്കിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സെക്രട്ടറി നിമേഷ് സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. തൊടുപുഴ YMCAയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി അത്തപ്പൂക്കള മത്സരം നടത്തും. 27 രാവിലെ 9 മുതലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണക്കാട് തൂക്കുപാലം തുരുമ്പെടുത്ത് അപകടാവസ്ഥയിൽ നാളിതുവരെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. നിയമമന്ത്രി ഭൂമാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിൽ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് ഉഴവൂർ വിജയൻ. ബീവറേജസ് കോർപ്പറേഷൻ നൽകിയ ബിയറിൽ പായലും പ്രാണികളും ഉത്തരവാദിത്തമില്ലെന്ന് അധികൃതർ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.